രസകരമായിട്ടായിരുന്നു ഞങ്ങൾ എൻജോയ് ചെയ്തു. പിന്നെ ടയേർഡായിട്ടുണ്ട്, കാരണം വെളിപ്പിനെ പോയി നമ്മൾ ഇന്നലെ തിരിച്ചു വന്നു. പിന്നെ അവിടെ ചെന്ന് ഞങ്ങൾ വളരെയധികം എൻജോയ് ചെയ്തു. മക്കളുമായിട്ടൊക്കെ ഞങ്ങളെ വെയിറ്റിംഗ്. ഇപ്പം ജോണി സാബിനാണ് നിങ്ങൾ ഇങ്ങനത്തെ ട്രീറ്റൊക്കെ കൊടുക്കേണ്ടത്. അങ്ങനെയൊന്നും ഞങ്ങൾ പറയില്ല. അവരെല്ലാം വളരെ സ്ട്രോങ്. നിങ്ങളല്ലേ ചെയ്യിപ്പിക്കേണ്ടത്. ഓരോരുത്തരുടെ വ്യക്തിപരമായ ഞങ്ങളുടെ മാക്സിമം അവരവിടെ അടിപൊളിയാണ് എല്ലാവരും. നമ്മൾ പിന്നെ നമ്മളും പോയി കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ട് കൊടുത്ത് ഇപ്പം അവർക്കും ഹാപ്പി. അങ്ങനെ നമ്മളെ മകനെ കാണാൻ പറ്റിയല്ലോ 10-60 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും. അത് സന്തോഷം. ഫുഡ് ഭയങ്കര ഇഷ്ടമാണോ? ഫുഡാണ്. ഫുഡായിട്ട് എന്താ കൊണ്ട് കൊടുത്തത്? ഞാൻ തിരുത, ചെമ്മീൻ, പിന്നെ പറയാൻ പറ്റൂല. അതുപോലെ അവൻ്റെ ഇഷ്ടമുള്ള വിന്താലു, പിന്നെ ഒന്നിൽ മാത്രമില്ല, എല്ലാവർക്കും. കാരണം നമ്മളവിടെ പോകുമ്പോഴത്തേക്കും അത്രയും കണ്ടസ്റ്റൻസ് അല്ല. പിന്നെ സ്വീറ്റ്സൊക്കെ ഭയങ്കര ഇഷ്ടം. സ്വീറ്റ്സ് പെർമിറ്റ് ചെയ്തില്ല. സ്വീറ്റ്സൊക്കെ നോക്കുന്നത് ഞങ്ങൾ എന്നിട്ട് കാലി ബാഗുണ്ട്, സ്വീറ്റ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. അടിപൊളിയായിരുന്നു, നല്ല രസകരമായതായിരുന്നു. അയ്യോ, അതൊരു വല്ലാത്തൊരു അറ്റ്മോസ്ഫിയറാണ്. കാരണം നമ്മൾ കാണുന്ന പോലെയല്ല, അത് നല്ല രസമാണ്. എൻ്റെ തോന്നിയില് നമ്മൾ റൂം പണിക്കുക, ഫ്രണ്ട്സ് റൂം പണിക്കുന്നു, അവർ കിടക്കുന്ന റൂം പണിക്കാൻ ഇരിക്കുന്നു. ഞാനെല്ലാം രാവിലെ 8 മണി തൊട്ട് അവർ ഉറങ്ങുന്നവരെ കാണുന്ന ആൾക്കാരാണ്. പിന്നെ ഈ ഒരു ഭാഗ്യം തന്നതിനോർത്ത് ഇങ്ങനെ ഒരു ഫാമിലി, എൻ്റെ വലിയ ഒരു ആഗ്രഹമായിരുന്നു ബിഗ് ബോസ് ഇവൻ പോകണമെന്ന്, എനിക്ക് ഫാമിലി റൗണ്ട് കൂടണമെന്ന്. അത് സാധിച്ചെന്ന്. പ്രൗഡ് ഓഫ് യു. ദൈവാനുഗ്രഹം. അത്രയും തന്നെ. നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്താലല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മളുടെ ആഗ്രഹം പറഞ്ഞു. ഫാമിലി റൗണ്ടിൽ എനിക്കവിടെ ശരിക്കും പോകണമെന്നായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അത് എനിക്ക് അവൻ്റെ മോൻ സാധിച്ചു തന്നു. ഫാമിലി റൗണ്ട് എല്ലാവരും എനിക്കിഷ്ടം. എല്ലാവരും. ഒരു വ്യക്തിനെ എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അറിയാം, നാളെ അത് വലിയൊരു കോൺട്രവേഴ്സിയോ. ഞങ്ങളെ ഒന്ന് മോനെ ഞാൻ അങ്ങനെ പറയില്ല. എന്താണെന്നറിയോ, ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് എൻ്റെ മോനായിരിക്കും. അപ്പം പിന്നെ ഞാനത് പറഞ്ഞാലും അതിനകത്തൊരു പ്രശ്നം വരാൻ പാടില്ല. കഴിവുള്ളവർ പ്രേക്ഷകർ തീരുമാനിക്കട്ടെ, നിർത്തട്ടെ. അത് നിങ്ങളെല്ലാം വിചാരിക്കണം. കാരണം അറിയാം, അവർ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല. അവരുടെ മാക്സിമം ചെയ്യട്ടെ, ബാക്കി പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്യട്ടെ. ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ്. എനിക്ക് റിയലി ഞാൻ കരഞ്ഞൂടെ അഭിലാഷ് ഔട്ടായപ്പോൾ. കാരണം അഭിലാഷ് ഔട്ടാവുമെന്ന് ഞങ്ങൾ വിചാരിച്ചു. അഭിലാഷായിട്ട് ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു, മോനെ എനിക്കൊന്ന് ഹഗ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഔട്ടായി പോയല്ല. കാരണം എൻ്റെ മോൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നപ്പോൾ അഭിലാഷ് ഒത്തിരി സപ്പോർട്ടീവായിരുന്നു. അത് അടിപൊളിയാക്കിയില്ല. അവനായതുകൊണ്ട് അത് അവനൊരു അഡ്വക്കേറ്റ് ആയതുകൊണ്ട് അവനത് എങ്ങനെ അത് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും, അവനത് നിന്ന് അതിന് ഞങ്ങൾ ഹാറ്റ്സ് ഓഫ് ചെയ്തു. പിന്നെ മോഹൻലാൽ സാർ എന്നെ വിളിച്ചു. അതൊക്കെ നമ്മളുടെ ഒരു ഭാഗ്യമല്ലേ. നിങ്ങൾ ലൈവ് കണ്ടില്ല. വിളിച്ചപ്പോഴാണ് അവൻ സമാധാനമായിട്ട് അവൻ പറഞ്ഞല്ലോ ലക്ഷ്മിനോട്, ഒരാണുങ്ങൾക്ക് ഈ ഗതി വരാൻ പാടില്ല. മാപ്പ് പറയിപ്പിച്ച് ലക്ഷ്മിയെ കണ്ടു. ലക്ഷ്മി ഭർത്താവിനോട് ഡിവോഴ്സായിട്ട് ഭർത്താവിനോട് ഒരു സോറി പോലും പറയാത്ത സ്ത്രീയാണ്.